നമസ്കാരം. മുഖ്യമന്ത്രി നവീൻ പട്നായിക്കിന്റെ നേതൃത്വത്തിലുള്ള ബിജു ജനതാദളുമായി വരാനിരിക്കുന്ന ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ സഖ്യമുണ്ടാവില്ല എന്ന് അറിയിച്ചിരിക്കുകയാണ് ബി. ഭുവനേശ്വറിൽ നടന്ന ഒഡീഷയിലെ ബി നേതാക്കളുടെ യോഗത്തിൽ വെച്ചാണ് ഈ ഒരു തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. അതിനുശേഷം സംസ്ഥാനത്തെ 147 നിയമസഭാ സീറ്റുകളിലും 21 ലോക്സഭാ സീറ്റുകളിലും സ്വന്തം നിലയ്ക്ക് തന്നെ തങ്ങൾ സ്ഥാനാർത്ഥികളെ നിർത്തുമെന്ന് കൂടി ബി അറിയിക്കുന്നുണ്ട്. സ്വന്തം ശക്തിയിൽ ബി വിശ്വാസമുണ്ട് എന്നതാണ് ഈ നേതൃയോഗത്തിന് ശേഷം നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഭിപ്രായ പ്രകടനം. ഒഡീഷയിൽ ബി.ജെ.ഡിയുമായി സഖ്യത്തിനോ ധാരണയ്ക്കോ സാധ്യതയില്ല എന്ന് ബി.ജെ.പിയുടെ സംസ്ഥാന നിരീക്ഷകൻ കൂടിയായ സുനിൽ ബൻസാലും പരസ്യമായി തന്നെ വ്യക്തമാക്കുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായ അമിത്ഷാ, മറ്റ് കേന്ദ്രമന്ത്രിമാർ എന്നിവരുൾപ്പെടെ കേന്ദ്ര നേതാക്കളുടെ നേതൃത്വത്തിൽ ബി.ജെ.ഡിക്കെതിരെ പാർട്ടി ശക്തമായ പ്രചരണം തന്നെ ആരംഭിക്കും എന്നുകൂടി യോഗത്തിൽ പങ്കെടുത്ത ബി.ജെ.പി നേതാക്കൾ പറയുന്നുണ്ട്. എന്തായാലും ഒഡീഷയിലെ പ്രധാന പ്രതിപക്ഷ പാർട്ടി ബി.ജെ.പി ആണ് എങ്കിൽ പോലും കേന്ദ്രത്തിൽ ഈ രണ്ട് പാർട്ടികളും തമ്മിൽ വളരെ സൗഹാർദ്ദപരമായ ബന്ധം തന്നെയാണ് ഈ കാലയളവിൽ ഉൾപ്പെടെ പുലർത്തിയിട്ടുള്ളത്. പാർലമെന്റിൽ നിർണായക ബില്ലുകൾ പാസാക്കുന്ന സമയത്തടക്കം നിരവധി വിഷയങ്ങളിൽ ബി.ജെ.ഡി മോദി സർക്കാരിന് വലിയ പിന്തുണ നൽകിയിട്ടുമുണ്ട്. എന്തായാലും ഓഗസ്റ്റിൽ സംസ്ഥാനം സന്ദർശിച്ച സമയത്ത് മുഖ്യമന്ത്രി നവീൻ പട്നായിക്കിനെ ജനപ്രിയ മുഖം എന്ന് തന്നെയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പോലും വിശേഷിപ്പിച്ചിട്ടുള്ളത്. എന്തായാലും എപ്പോഴും സഖ്യത്തിലൂടെ മാത്രം അധികാരത്തിലേറാതെ ഇത്തവണ ഒഡീഷയിൽ ശക്തി പരീക്ഷണം നടത്താൻ ഒരുങ്ങുകയാണ് ബി.ജെ.പി. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.